ക്രിസ്തുവിശ്വാസം പരസ്യമായി പ്രഘോഷിക്കാൻ യുവജനം പ്രവഹിച്ചപ്പോൾ 4000-ൽ പരം പേർ പങ്കെടുത്ത ജപമാല റാലിക്ക് സാക്ഷ്യം വഹിച്ച് സ്പാനിഷ് തലസ്ഥാനമായ മാഡ്രിഡ് നഗരം. തങ്ങൾക്ക് ലഭിച്ച ക്രിസ്തീയ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ദൗത്യവും തങ്ങൾക്കുണ്ടെന്ന ബോധ്യത്തോടെ യുവജനങ്ങൾ ക്രമീകരിച്ച ജപമാല റാലിയിൽ മുതിർന്നവർ പങ്കുചേരാൻ എത്തിയതും ശ്രദ്ധേയമായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് സെന്റ് മൈക്കിൾ ബസിലിക്കയിൽ നിന്ന് നഗരചത്രത്തിലേക്കായിരുന്നു റോസറി ഫോർ ദ യൂത്ത് ഓഫ് സ്പെയിൻ എന്ന പേരിൽ ജപമാല റാലി ക്രമീകരിച്ചത്. കോവിഡ് വിമുക്തിക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു പ്രധാന നിയോഗങ്ങൾ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുവാനും അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണത്തിലായിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമാതാവ് നമ്മുടെയും അമ്മയാണ്. നമ്മെ അവിടുന്ന് സ്വീകരിക്കും, യേശുവിലേക്ക് നയിക്കുകയും ചെയ്യും. സംഘാടകരിൽ ഒരാളായ ജുവാൻ ഇഗ്നാസിയോ വ്യക്തമാക്കി. മഹാമാരി മൂലം സംഭവിച്ച തൊഴിൽ നഷ്ടത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന യുവജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതാണ്. കോവിഡ് മുക്തിയും യുവജനങ്ങളും പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായി തെരഞ്ഞെടുക്കുവാൻ ഇതാണ് കാരണം. നിരീശ്വരവാദിയായ സോഷ്യലിസ്റ്റ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് 2018-ൽ അധികാരം ഏറ്റെടുത്തത് മുതൽ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലവും ഈ പ്രാർത്ഥനാ മുന്നേറ്റത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ മാഡ്രിഡിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് കത്തോലിക്കർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഈ വിശ്വാസ പ്രഘോഷണം അനേകർക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നുവരവിന് മാർഗദീപമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ജപമാലയുടെ മഹത്തായ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ പങ്കുവച്ച ആശയമാണ് ഈ പ്രാർത്ഥനാ സംരംഭത്തിന് കാരണമായത്. ഇതിനു മുമ്പ് 2018-ലും 2019-ലും തലസ്ഥാന നഗരി യുവജനങ്ങളുടെ ജപമാല റാലിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.